62 അധ്യായം 54 സൂറത്തുൽ ഖമർ മക്കയിൽ അവതരിച്ചത്. സൂക്തങ്ങൾ 55. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. യഖ്തറബതിസ് സാഅതു വൻശഖൽ ഖമർ. അന്ത്യസമയമടുത്തു, ചന്ദ്രൻ പിളരുകയും ചെയ്തു. വഇൻ യറൗ ആയതൻ യുഅ്റിദൂ വയഖൂലൂ സിഹ്റുൻ മുസ്തമിർ. ഏതൊരു ദൃഷ്ടാന്തം കാണുകയാണെങ്കിലും അവൻ തിരിഞ്ഞുകളയുകയും ഇത് ശക്തിയായ ഒരു മാരണമാണെന്ന് പറയുകയും ചെയ്യും. വകദ്ദബൂ വത്തബഊ അഹ്വാഅഹും വകുല്ലു അംരിൻ മുസ്തഖിർ. അവർ സത്യം നിഷേധിക്കുകയും തങ്ങളുടെ ഇച്ഛകളെ പിന്തുടരുകയും ചെയ്തിരിക്കുകയാണ്. എല്ലാ കാര്യവും ഓരോ താവളത്തിൽ ഉറച്ചു നിൽക്കുന്നതാണ്. വലഖദ് ജാഅഹും മിനൽ അൻബാഇ മാ ഫീഹി മുസ്തജർ. തീർച്ചയായും സത്യനിഷേധത്തിൽ നിന്ന് വിട്ടുനിൽക്കത്തക്ക വാർത്തകൾ അവർക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഹിക്മത്തുൻ ബാലിഗത്തുൻ ഫമാ തുഗ്നിൻ നുദുർ. മികച്ച പൂർണ്ണമായ വിജ്ഞാനം, എന്നിട്ടും ആ താക്കീതുകൾ അവർക്ക് പ്രയോജനം ചെയ്യുന്നില്ല. ഫതവല്ല അൻഹും യൗമ യദ്ഉ അദ്ദാഇ ഇലാ ശൈഇൻ നുഖർ. അതുകൊണ്ട് നബിയെ, താങ്കൾ അവരിൽ നിന്നും പിന്തിരിഞ്ഞു കളയുക. വളരെ അനിഷ്ടകരമായ ഒരു കാര്യത്തിലേക്ക് വിളിക്കുന്ന ആൾ വിളിക്കുന്ന ദിവസം. ഖുശ്അൻ അബ്സാറുഹും യഖ്റുജൂന മിനൽ അജ്ദാഥി കഅന്നഹും ജറാദുൻ മുൻതശിർ. തങ്ങളുടെ ദൃഷ്ടികൾ ഭയന്ന് വിനയാന്വിതമായ നിലയിൽ ചിന്നിച്ചിതറിയ വെട്ടുകിളികളെപ്പോലെ ഖബറുകളിൽ നിന്ന് അവർ പുറത്തു വരുന്നതാണ്. മുഹ്തിഈന ഇലാ അദ്ദാഇ യഖൂലുൽ കാഫിറൂന ഹാദാ യൗമുൻ അസിർ. വിളിക്കുന്ന ആളിലേക്ക് കഴുത്തുനീട്ടി ധൃതിപ്പെട്ടവരായും കൊണ്ട് ഇത് ഒരു പ്രയാസമേറിയ ദിവസമാകുന്നു എന്ന് സത്യനിഷേധികൾ പറയും. കദ്ദബത് ഖബ്ലഹും ഖൗമു നൂഹിൻ ഫകദ്ദബൂ അബ്ദനാ വഖാലൂ മജ്നൂനു വസ്ദുജിർ. ഇവർക്ക് മുമ്പ് നൂഹിന്റെ ജനത സത്യം നിഷേധിച്ചു. അങ്ങനെ അവർ നമ്മുടെ ദാസനെ നൂഹിനെ നിഷേധിക്കുകയും ഭ്രാന്തൻ എന്ന് വിളിക്കുകയും നൂഹ് നബിയെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഫദഅ റബ്ബഹു അന്നീ മഗ്ലൂബുൻ ഫന്തസിർ. അപ്പോൾ അദ്ദേഹം തന്റെ നാഥനോട് പ്രാർത്ഥിച്ചു, തീർച്ചയായും ഞാൻ പരാജിതനാണ്, അതുകൊണ്ട് നീ രക്ഷാ നടപടിയെടുക്കണമേ എന്ന്. ففتحنا أبواب السماء بماء منهمر وفجرنا الأرض عيونا فالتقى الماء على أمر قد قدر. അപ്പോൾ കോരിച്ചൊരിയുന്ന മഴവെള്ളം കൊണ്ട് ആകാശത്തിന്റെ കവാടങ്ങൾ നാം തുറന്നു വെക്കുകയും ഭൂമിയിലെ ഉറവകൾ നാം പൊട്ടിയൊലിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ നിശ്ചയിക്കപ്പെട്ട് കഴിഞ്ഞിരുന്ന ഒരു വലിയ കാര്യത്തിനു വേണ്ടി ആ വെള്ളം രണ്ടും കൂടിച്ചേർന്നു. وحملناه على ذات ألواح ودسر. പലകകളും ആണികളുമുള്ള ഒന്നിന്മേൽ ഒരു കപ്പലിൽ അദ്ദേഹത്തെ നാം വഹിച്ചു രക്ഷിക്കുകയും ചെയ്തു. تجري بأعيننا جزاء لمن كان كفر. നമ്മുടെ സംരക്ഷണത്തിൽ അത് ആ കപ്പൽ സഞ്ചരിക്കുന്നു. നിഷേധിക്കപ്പെട്ട ആൾക്ക്, നൂഹ് നബിക്ക് വേണ്ടിയുള്ള ഒരു പ്രതികാര നടപടിയായിട്ടാണ് അത് ചെയ്തത്. وَلَقَدْ تَرَكْنَاهَا آيَةً فَهَلْ مِن مُّدَّكِرٍ. തീർച്ചയായും അതിനെ നാം ഒരു ദൃഷ്ടാന്തമായി അവശേഷിപ്പിച്ചു. എന്നാൽ ചിന്തിച്ചു പാഠം പഠിക്കുന്ന ആരെങ്കിലുമുണ്ടോ? فَكَيْفَ كَانَ عَذَابِي وَنُذُرِ.
അപ്പോൾ എന്റെ ശിക്ഷയും എന്റെ താക്കീതുകളും എങ്ങനെയാണായി തീർന്നത് എന്ന് കാണുക. وَلَقَدْ يَسَّرْنَا الْقُرْآنَ لِلذِّكْرِ فَهَلْ مِن مُّدَّكِرٍ നിശ്ചയമായും ചിന്തിച്ചു ഗ്രഹിക്കാനായി ഖുർആനെ നാം ലളിതമാക്കിയിരിക്കുന്നു. എന്നാൽ ചിന്തിച്ചു ഗ്രഹിക്കാനായി ആരെങ്കിലുമുണ്ടോ? كَذَّبَتْ عَادٌ فَكَيْفَ كَانَ عَذَابِي وَنُذُرِ ആദ് സമുദായം സത്യം നിഷേധിച്ചു. അപ്പോൾ എന്റെ ശിക്ഷയും താക്കീതുകളും എങ്ങനെയായി തീർന്നു? إِنَّا أَرْسَلْنَا عَلَيْهِمْ رِيحًا صَرْصَرًا فِي يَوْمِ نَحْسٍ مُسْتَمِرٍّ നിശ്ചയമായും അവരുടെ മേൽ മുറിഞ്ഞു പോകാത്ത ദുശ്ശകുന ദിവസം നാം ഒരു കൊടുങ്കാറ്റയച്ചു. تنزع الناس كأنهم أعجاز نخل منقعر അത് മനുഷ്യരെ പറിച്ചെറിഞ്ഞുകൊണ്ടിരുന്നു കടപുഴകി വീഴുന്ന ഈത്തപ്പന തടികളെപ്പോലെ. فكيف كان عذابي ونذر അപ്പോൾ എന്റെ ശിക്ഷയും മുന്നറിയിപ്പുകളും എങ്ങനെയായെന്ന് നോക്കുക. وَلَقَدْ يَسَّرْنَا الْقُرْآنَ لِلذِّكْرِ فَهَلْ مِن مُّدَّكِرٍ തീർച്ചയായും ചിന്തിച്ചു ഗ്രഹിക്കാൻ വേണ്ടി ഖുർആനെ നാം ലളിതമാക്കിയിരിക്കുന്നു. എന്നാൽ ചിന്തിച്ചു ഗ്രഹിക്കുന്നവരായി ആരെങ്കിലുമുണ്ടോ? كَذَّبَتْ ثَمُودُ بِالنُّذُرِ സമൂദ് സമുദായം താക്കീതുകളെ നിഷേധിച്ചു. فَقَالُوا أَبَشَرًا مِّنَّا وَاحِدًا نَّتَّبِعُهُ إِنَّا إِذًا لَّفِي ضَلَالٍ وَسُعُرٍ എന്നിട്ട് അവർ പറഞ്ഞു, നമ്മളിൽപ്പെട്ട ഒരേയൊരു മനുഷ്യനെ നാം പിന്തുടരുകയോ അങ്ങനെയാണെങ്കിൽ നാം വഴികേടിലും കിറുക്കിലും അകപ്പെട്ടവരായിരിക്കുക തന്നെ ചെയ്യും. أَأُلْقِيَ الذِّكْرُ عَلَيْهِ مِن بَيْنِنَا بَلْ هُوَ كَذَّابٌ أَشِرٌ നമ്മുടെ ഇടയിൽ അവന് മാത്രം ബോധനം നൽകപ്പെട്ടുവെന്നോ? അല്ല, പക്ഷേ അവൻ വലിയ കള്ളവാദിയും അഹങ്കാരിയുമാകുന്നു. سَيَعْلَمُونَ غَدًا مَّنِ الْكَذَّابُ الْأَشِرُ ആരാണ് വലിയ കള്ളവാദിയും അഹങ്കാരിയുമെന്ന് നാളെ അവർ അറിയും. إِنَّا مُرْسِلُو النَّاقَةِ فِتْنَةً لَّهُمْ فَارْتَقِبْهُمْ وَاصْطَبِرْ തീർച്ചയായും അവർക്കൊരു പരീക്ഷണമായി ഒരു ഒട്ടകത്തെ നാം അയക്കുന്നു. അതുകൊണ്ട് താങ്കൾ അവരെ വീക്ഷിക്കുകയും ക്ഷമിച്ചിരിക്കുകയും ചെയ്യുക. وَنَبِّئْهُمْ أَنَّ الْمَاءَ قِسْمَةٌ بَيْنَهُمْ كُلُّ شِرْبٍ مُحْتَضَرٍ വെള്ളം അവർക്കിടയിൽ പങ്ക് ഊഴം ആണ്. വെള്ളത്തിൽ നിന്നുള്ള എല്ലാ ഓഹരിയും ഊഴവും അതിന്റെ അവകാശികൾ അവരും ഒട്ടകവും സന്നിഹിതരാക്കപ്പെടേണ്ടതാണ് എന്ന് താങ്കൾ അവരെ അറിയിക്കുകയും ചെയ്യുക. فَنَادَوْا صَاحِبَهُمْ فَتَعَاطَى فَعَقَرَ അങ്ങനെ അവർ തങ്ങളുടെ ചങ്ങാതിയെ വിളിച്ചു. അപ്പോൾ അവൻ അതിനെ കൊല്ലാൻ തയ്യാറായി. അവനതിനെ കൊല്ലുകയും ചെയ്തു. فَكَيْفَ كَانَ عَذَابِي وَنُذُرِ അപ്പോൾ എന്റെ ശിക്ഷയും താക്കീതുകളും എങ്ങനെയായി തീർന്നു? إِنَّا أَرْسَلْنَا عَلَيْهِمْ صَيْحَةً وَاحِدَةً فَكَانُوا كَهَشِيمِ الْمُحْتَظِرِ അവരുടെ മേൽ ഒരൊറ്റ ഘോര ശബ്ദം നാം അയക്കുക തന്നെ ചെയ്തു. അപ്പോൾ അവർ ആട്ടിൻകൂട് പണിയുന്നവന്റെ അവൻ ഉപേക്ഷിച്ചു കളഞ്ഞ ചില്ലിത്തുരുമ്പ് പോലെയായി തീർന്നു. وَلَقَدْ يَسَّرْنَا الْقُرْآنَ لِلذِّكْرِ فَهَلْ مِن مُّدَّكِرٍ തീർച്ചയായും ചിന്തിച്ചു ഗ്രഹിക്കാൻ വേണ്ടി ഖുർആനെ നാം ലളിതമാക്കിയിരിക്കുന്നു. എന്നാൽ ചിന്തിച്ചു ഗ്രഹിക്കുന്നവരായി ആരെങ്കിലുമുണ്ടോ? كَذَّبَتْ قَوْمُ لُوطٍ بِالنُّذُرِ ലൂത്തിന്റെ ജനത മുന്നറിയിപ്പുകളെ നിഷേധിച്ചു. إِنَّا أَرْسَلْنَا عَلَيْهِمْ حَاصِبًا إِلَّا آلَ لُوطٍ نَجَّيْنَاهُمْ بِسَحَرٍ
അവരുടെ മേൽ ചരൽക്കാറ്റിനെ നാം അയക്കുക തന്നെ ചെയ്തു. ലൂത്തിന്റെ കുടുംബത്തിന്റെ മേലൊഴികെ അവരെ നാം പുലരാൻ കാലത്ത് രക്ഷപ്പെടുത്തി. നിഅമതൻ മിൻ ഇൻദിനാ കദാലിക നജ്സി മൻ ശകർ. നമ്മുടെ പക്കൽ നിന്നുള്ള അനുഗ്രഹമായിട്ട് അത് പ്രകാരം നന്ദി ചെയ്യുന്നവർക്ക് നാം പ്രതിഫലം കൊടുക്കും. وَلَقَدْ أَنذَرَهُم بَطْشَتَنَا فَتَمَارَوْا بِالنُّذُرِ. നമ്മുടെ ശിക്ഷയെക്കുറിച്ച് അദ്ദേഹം അവരെ താക്കീത് ചെയ്തു. അപ്പോഴവർ താക്കീതുകളെക്കുറിച്ച് തർക്കിച്ചു. وَلَقَدْ رَاوَدُوهُ عَن ضَيْفِهِ فَطَمَسْنَا أَعْيُنَهُمْ فَذُوقُوا عَذَابِي وَنُذُرِ. തന്റെ അതിഥികളെ ദുർവൃത്തിക്ക് വിട്ടുകൊടുക്കാൻ അദ്ദേഹത്തോട് അവർ ആവശ്യപ്പെട്ടു. അപ്പോൾ അവരുടെ കണ്ണുകളെ നാം കുരുടാക്കി. ഇനി നിങ്ങൾ എന്റെ ശിക്ഷയും താക്കീതുകളും രുചിച്ചു നോക്കുക എന്ന് അവരോട് പറയുകയും ചെയ്തു. وَلَقَدْ صَبَّحَهُم بُكْرَةً عَذَابٌ مُسْتَقِرٌّ. ഒരു പ്രഭാതത്തിൽ സ്ഥിരമായ നിലക്കാത്ത ഒരു ശിക്ഷ അവരെ ബാധിച്ചു കളഞ്ഞു. فَذُوقُوا عَذَابِي وَنُذُرِ. ഇനി നിങ്ങൾ എന്റെ ശിക്ഷയും താക്കീതുകളും രുചിച്ചു നോക്കുക എന്ന് അവരോട് പറയപ്പെട്ടു. وَلَقَدْ يَسَّرْنَا الْقُرْآنَ لِلذِّكْرِ فَهَلْ مِن مُّدَّكِرٍ. നിശ്ചയമായും ചിന്തിച്ചു ഗ്രഹിക്കാനായി ഖുർആനെ നാം ലളിതമാക്കിയിരിക്കുന്നു. ചിന്തിച്ചു ഗ്രഹിക്കുന്നവരായി ആരെങ്കിലുമുണ്ടോ? وَلَقَدْ جَاءَ آلَ فِرْعَوْنَ النُّذُرُ. ഫിർഔന്റെ ആൾക്കാർക്ക് എന്റെ താക്കീതുകൾ വന്നു. كَذَّبُوا بِآيَاتِنَا كُلِّهَا فَأَخَذْنَاهُمْ أَخْذَ عَزِيزٍ مُقْتَدِرٍ. നമ്മുടെ ദൃഷ്ടാന്തങ്ങളെയെല്ലാം അവർ നിഷേധിച്ചു. അപ്പോൾ അജയ്യനും കഴിവുള്ളവനുമായ ഒരുവന്റെ പിടുത്തം നാം അവരെ പിടിച്ചു, ശിക്ഷിച്ചു. أَكُفَّارُكُمْ خَيْرٌ مِّنْ أُولَئِكُمْ أَمْ لَكُمْ بَرَاءَةٌ فِي الزُّبُرِ. ഹേ ജനങ്ങളെ, നിങ്ങളിലുള്ള സത്യനിഷേധികൾ അവരെക്കാൾ മികച്ചവരാണോ? അതോ വേദപ്രമാണങ്ങളിൽ നിങ്ങൾക്ക് വല്ല കഴിവുമുണ്ടോ? أَمْ يَقُولُونَ نَحْنُ جَمِيعٌ مُّنتَصِرٌ. അതല്ല, ഞങ്ങൾ സുരക്ഷാ നടപടിയെടുക്കുന്ന സുശക്തമായ ഒരു സംഘമാണെന്ന് നബിയെ അവർ പറയുന്നുവോ? سَيُهْزَمُ الْجَمْعُ وَيُوَلُّونَ الدُّبُرَ. ആ സംഘം പിന്നീട് പരാജയപ്പെടുത്തപ്പെടും, അവർ പിന്തിരിഞ്ഞോടുകയും ചെയ്യും. بَلِ السَّاعَةُ مَوْعِدُهُمْ وَالسَّاعَةُ أَدْهَى وَأَمَرُّ. അത്രയുമല്ല, അന്ത്യസമയമാണ് അവരുടെ നിശ്ചിത ഘട്ടം. അന്ത്യസമയമാകട്ടെ ഏറ്റവും ആപൽക്കരവും ഏറ്റവും കൈപ്പേറിയതുമാകുന്നു. ഇന്നൽ മുജരിമീന ഫീ ളലാലിൻ വസുഉർ. തീർച്ചയായും കുറ്റവാളികൾ വഴികേടിലും കിറുക്കലുമാകുന്നു. യൗമ യുസ്ഹബൂന ഫിന്നാരി അലാ വുജൂഹിഹിം ദൂഖൂ മസ്സ സഖർ. മുഖങ്ങളിലായി അവർ നരകത്തിൽ വലിച്ചിഴക്കപ്പെടുന്ന ദിവസം നിങ്ങൾ നരകത്തിന്റെ ബാധയെ രുചിച്ചു നോക്കുക എന്ന് അവരോട് പറയപ്പെടും. ഇന്നാ കുല്ല ശൈഇൻ ഖലഖനാഹു ബിഖദർ. എല്ലാ വസ്തുക്കളെയും ഒരു നിർണയപ്രകാരം തന്നെ നാം സൃഷ്ടിച്ചിരിക്കുന്നു. വമാ അംറുനാ ഇല്ലാ വാഹിദത്തുൻ കലംഹിൻ ബിൽ ബസർ. നമ്മുടെ കൽപ്പന ഒരൊറ്റ പ്രാവശ്യം മാത്രമാകുന്നു, കണ്ണുകൊണ്ട് ഒന്ന് ഇമവെട്ടുന്നത് പോലെ അത്രയും വേഗത്തിലായിരിക്കും. വലഖദ അഹ്ലക്നാ അശ്യാഅകും ഫഹൽ മിൻ മുദ്ദകിർ. സത്യനിഷേധികളെ, നിങ്ങളെപ്പോലെയുള്ളവരെ ഇതിനു മുമ്പ് നാം ശിക്ഷിക്കുകയുണ്ടായിട്ടുണ്ട്. എന്നിട്ട് ചിന്തിച്ച് ഗ്രഹിക്കുന്നവരായി ആരെങ്കിലുമുണ്ടോ? വകുല്ലു ശൈഇൻ ഫഅലൂഹു ഫിസ്സുബുർ. അവർ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഏടുകളിലുണ്ട്. വകുല്ലു സഗീരിൻ വകബീരിൻ മുസ്തഖർ. ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും എഴുതി വെക്കപ്പെടുന്നതാണ്.
إن المتقين في جنات ونهر തീർച്ചയായും ഭയഭക്തിയുള്ളവർ സ്വർഗങ്ങളിലും അരുവികളിലുമാകുന്നു. في مقعد صدق عند مليك مقتدر അതെ, സത്യത്തിന്റെ ആസ്ഥാനത്തിൽ പ്രബലനായ ഒരു രാജാധിപതിയുടെ സവിധത്തിൽ